ഇന്ന് കൊടുക്കാനുള്ള പച്ചക്കറി വിളവെടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് വലിയ കൊട്ടി കൈക്കൊട്ടി മതി. കുറച്ച് കോവൽ പറിക്കാണ്ട്. പിന്നെ നമ്മളിതാ ക്യാബേജ് ഇന്ന് വിളവെടുപ്പ് തുടങ്ങുക കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പാണ്. ക്യാബേജ് ഒക്കെ നമ്മളെ ചട്ടിയിലിട്ട ക്യാബേജ് ഒക്കെ 2 മാസം കൊണ്ട് ഇതാ നല്ല രീതിയിലായിട്ടുണ്ട്. ഇന്നത്തെ ഓർഡറിൽ നമുക്ക് 2 ക്യാബേജ് ഉണ്ട് നിങ്ങളെ. നമ്മളെ വീട്ടാവശ്യത്തിന് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതാ അവിടെ നിന്നൊക്കെ നമ്മൾ ചെറിയ ക്യാബേജ് ഒക്കെ എടുത്താണ്. വലുത് നമ്മൾ പറിച്ചിട്ടില്ല. വലുത് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് വിളവെടുപ്പൊക്കെ നടത്തി അങ്ങനെ നിർത്തിയാണ്. എല്ലാത്തിനും നല്ല സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ പറയണ്ട, നല്ല തണുപ്പാണ്. ചുണ്ടിങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2-3 ദിവസമായിട്ട് തണുപ്പിൽ ഇനി ഇത് വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. വെയിൽ വന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ട് വെയിൽ ഇങ്ങോട്ട് ഏൽക്കുന്നില്ല, തണുപ്പ് തന്നെയാണ്. നല്ല ഈ ഒരു ക്യാബേജ് തന്നെ പറിച്ചാലോ ഫസ്റ്റ്. നമുക്ക് ചട്ടിയിൽ നട്ടിട്ട് കണ്ടില്ലേ, നമ്മളെ പുറത്ത് നിലത്ത് നട്ട അതേ കരുത്ത് വേരോടക്കിനെ പറിക്കുക. ഞാനിങ്ങനെ കുഞ്ഞോട് ഇറങ്ങുന്ന വേരോടക്കിനെ പറിക്കാം. വേരോടക്കിനെ ചട്ടി അടക്കം പോകുന്നുണ്ടല്ലോ നിങ്ങളെ. വേരോടക്കിനെ എടുക്കുന്നുണ്ട്, വെട്ടിയെടുക്കാം. ചെറിയ കത്തിയായിട്ട് എടുത്തത്, അതുകൊണ്ടാണ്. അയ്യോ ക്യാബേജ് അടിപൊളി ക്യാബേജ് ഇങ്ങോട്ട് നോക്ക്. നമുക്ക് ഇതിൻ്റെ ഇലകൾ ഇതാ. ക്യാബേജ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ആർക്കറിയാം, നമ്മളെ കോഴികൾക്കാണ്. നല്ല ഫ്രഷ് ക്യാബേജിൻ്റെ ഇല കിട്ടും. നമ്മളെടുത്ത കത്തി ചെറുതായതുകൊണ്ട് കുറച്ച് പണിയിരുന്ന് ചീര കട്ട് ചെയ്യാൻ എടുത്ത കത്തിയാണ്. ക്യാബേജ് മതി, മുഴുവൻ ഇല എടുക്കണ്ട, ഇതൊരു ഭംഗിക്ക് എങ്ങനെയാണ് ഇതും കൂടെ എടുക്കല്ലോ നിങ്ങളെ. അടിപൊളി ക്യാബേജ്. ഇങ്ങനത്തെ നമുക്ക് ഇതിപ്പം ക്യാബേജ് പറിച്ചെടുക്കാനായിട്ട് ഒന്നും എടുത്തിട്ടില്ല, അതവിടെ വെക്കണ്ടില്ലേ. 2 എണ്ണം വേണം. 2 ആൾക്കാണ് നമ്മൾ ക്യാബേജ് ഇന്ന് ഓർഡർ തന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് ക്യാബേജ് ഇഷ്ടം പോലെ വിളവെടുക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ മണ്ണ് ഇതിന് അങ്ങനെ തന്നെ കിട്ടും. കുറച്ച് തക്കാളിൻ്റെ തൈ ഉണ്ട്, അത് പടന്ന് വളർന്നോളൂ. ഇനി രണ്ടാമത്തെ ക്യാബേജ് ഇതെടുക്കാം. ഇതെടുത്താലോ? രണ്ടാമത്തെ ക്യാബേജ്. ചിലവർക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വേണമെന്ന് പറയും കേട്ടോ. ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് ഇതിപ്പോൾ കൊണ്ടേ കൊടുക്കാനുള്ള ഓർഡർ, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വലുത് പിടിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ക്യാബേജ്. എന്താ വെച്ചാൽ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം ഒരു തുള്ളി വെള്ളം ആക്കരുത് കേട്ടോ. നിറച്ച് വെള്ളം നമ്മളെ ക്യാബേജ് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, റിട്ടേൺ വരുന്നുണ്ട്. ഇതൊന്നും അധികം വേവിക്കരുത്, ലൈറ്റ് വേവിൽ ഇങ്ങനെ കഴിക്കണം, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ അല്ലേ. 2 ക്യാബേജ് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇത് റെഡി ആവില്ല, അങ്ങോട്ട് കൊണ്ടുവെക്കേണ്ടി വരും. 2 ക്യാബേജിൽ നിന്ന് കിട്ടിയ ഇല നമുക്ക് ഇഷ്ടം പോലെ ഇല ഉണ്ട്. ആദ്യമൊക്കെ മൊയിൽ ഫാം കൂടുതലുള്ള സമയത്ത് മൊയിലുകൾ, ഇപ്പോൾ കുറച്ച് മൊയിലേ ഉള്ളൂ. കൂടുതൽ മൊയിലുള്ള സമയത്തൊക്കെ മൊയിൽ നല്ല തീറ്റയായിരുന്നു. ഇത് നമുക്ക് വേഗം കോഴികൾക്ക് കൊടുക്കാം. ഉമ്മ ഒരു സൈഡിൽ അങ്ങനെ പച്ചമുളക് വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ട്. പച്ചമുളക് ഉണ്ട്, പിന്നെ ചീരയ്ക്കും നല്ല ഓർഡർ. അപ്പോൾ കുറേ ചീര നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ചീര ലാസ്റ്റ് കട്ട് ചെയ്യാൻ വെച്ചു, മറ്റെല്ലാം വിളവെടുത്ത് വരുമ്പോഴത്തേക്കും ചീര വാടും. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ. അടിപൊളിയുണ്ട് ക്യാബേജ്. ഇനി നമുക്ക് പോയിട്ട് എന്ത് ചെയ്യണം, കോവൽ പറിക്കാണ്ട്. കോവൽ തരം ആയിട്ടുണ്ട്, കിടക്കട്ടെ. ഞാൻ ശരിക്കും കോവൽ പറിക്കാനാണ് ഈ കൊട്ട എടുത്തത്. അപ്പോൾ ക്യാബേജിൻ്റെ ഇല തന്നെ ഇവിടെ നിലത്തിട്ടുണ്ടാച്ച് നേരെ കൊട്ടയിലിട്ടുകൊണ്ട് കൊട്ട ഫുള്ളായി. അപ്പോൾ ഇതിനെ കൊടുക്കുക. എന്നാ വാ, ഏതായാലും വന്നല്ലോ, കോഴികൾക്ക് ഇട്ട് എടുത്തിട്ട് പോവാ. ഇന്ന് പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരും. അപ്പോൾ കോഴികൾക്ക് ഇതെന്നാണ്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എന്ത് പെട്ടെന്നാ തീർക്കുന്നതോ, ഇത്ര ഫ്രഷ് അല്ല. നാടൻ കോഴികളാണ്, കുറച്ച് പാറും. കുറച്ച് നമുക്ക് മറ്റേ ഷെഡിലും കൊടുക്കട്ടെ, എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ ഇനി കുറച്ചേരം മതി. ഒരു എന്താ പറയുക, 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല, അതിൻ്റെ മൊത്തം കഴിച്ചിട്ടുണ്ടോ. കുറച്ച് ടർക്കിക്ക് ഇട്ട് കൊടുത്താലെന്ന് മറ്റവർക്ക് ഇനി നമുക്ക് മറ്റു ടർക്കിയും വാത്തയും ഉണ്ട് ഇവിടെ. ടർക്കി ഒന്നെടുത്ത് ഓടുന്നതാ. എനിക്ക് കുറച്ച് കോവൽ പറിച്ചെടുക്കാണ്ട്. നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞ ഈ ചട്ടികളുണ്ടല്ലോ, ഇതിനി ഇവിടുന്ന് മാറ്റി വെക്കണം. ബ്രൊക്കോളിയുടെയും ന്യൂൾക്കോളിൻ്റെ ഒക്കെ നമുക്ക് ചട്ടികൾ ഇവിടെ കൊണ്ടുവെക്കാണ്ട്. അതൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് ഇവിടെ ആകുമ്പോൾ നല്ല വെളിച്ചം കിട്ടും. ഇനി വേഗത്തിൽ നമ്മൾ എന്ത് ഈ ക്യാബേജൊക്കെ കൊടുത്തു തീർക്കും. വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചു വരും ക്യാബേജ് ഉണ്ടോ എന്ന്. അപ്പം ഇനി വേഗം തീർന്ന് കിട്ടിക്കോളും. ഇവിടെ കണ്ട കുഞ്ഞോളെ കത്തി
ഉമ്മ ഇവിടെ പണിയെടുത്ത് വെച്ചാണ്. ഈ കത്തിയായിട്ടാണ് നമ്മൾ ശരിക്കും ക്യാബേജ് വിളവെടുക്കട്ടെ. വേഗം ഇങ്ങനെ കട്ട് ചെയ്തോളും. അപ്പോൾ കൂടുതലൊക്കെ വിളവെടുക്കുമ്പോൾ ഈ കത്തി എടുത്തിട്ട് നമ്മളെ ബാക്ക് സൈഡിലൊക്കെ നട്ടുണ്ടല്ലോ കുറച്ച് കൂടുതൽ ക്യാബേജ് തോട്ടം, അവിടെ നിന്ന് ഈ ചെറിയ കത്തിയിട്ട് പോയാലൊന്നും പണി നീങ്ങൂല. പിന്നെ ചീര കട്ട് ചെയ്യാൻ എടുത്തോണ്ടാണ് ആ ചെറിയ കത്തി എടുത്തത് കേട്ടോ. അതാ കോവല് നോക്ക്. കോവലിന്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മൾ ഒന്നിടവിട്ട് തന്നെ വിളവെടുത്തോണ്ടിരിക്കണം. കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വിളവെടുത്തോണ്ടാണ് എപ്പോഴും നല്ല കറക്റ്റ് പാകത്തിനുള്ളത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ പറിച്ചു കൊടുത്താലേ വേമ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ കൈയിട്ട് വെച്ച സമയം ഇങ്ങനെ വൈകുന്നതനുസരിച്ച് പുതിയ കായ്കൾ ഇതിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഏരിയ മിഞ്ഞാന്ന് കുറച്ചു അല്ലേ. പിന്നതാ വീണ്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വാങ്ങിച്ചവരെന്നെ കോവൽ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അധികം മൂപ്പാവാതെ പറിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചക്കന്നെ എല്ലാവരും എടുത്ത് തിന്നുന്നുണ്ട്. നമുക്കതിൽ 2 കിലോക്ക് എടുത്ത് കോവലിന് തന്നെ ഓർഡർ ഉണ്ട്. ഓരോരോ കിലോ ഒന്നുമില്ല, 1/2 കിലോ ഒക്കെ വെച്ചിട്ട് ഒരിടത്ത് കോവൽ വാങ്ങിക്കും. ഉമ്മ അവിടെ പച്ചമുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടുണ്ട്. ഇവിടെ നിന്ന് പറിച്ചിട്ട് അങ്ങോട്ട് വരാം. പച്ചമുളക് കഴിഞ്ഞ് ലാസ്റ്റാണ് നമുക്ക് ചീര പറിക്കാൻ പറ്റുള്ളൂ. വെയിൽ വന്നിട്ടുണ്ട്, എന്നാലും ചീര വാടുമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, തണുപ്പ് നല്ല ഉണ്ട്. ഒരു മങ്ങലുണ്ട്, മഴക്കാറും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തണുപ്പും മഴക്കാറും രണ്ടും ഉണ്ട് കേട്ടോ. ശരിക്ക് മഴക്കാറുണ്ടെങ്കിൽ തണുപ്പ് കുറയാ ചെയ്യല്. പക്ഷെ ഇത് എന്തൊക്കെയാണ് കാലാവസ്ഥ. മിഞ്ഞാന്നിപ്പോൾ മഴ പെയ്യാതെ നിന്നിട്ട് പെയ്യാതെ പോയി. ഇപ്പം മഴ ചെയ്തതിന് അത്രയും ക്ഷീണമാണ്. ഏറ്റവും ഗുണം നമുക്ക് പച്ചക്കറിക്കൊക്കെ നല്ലതാണ് നനച്ചു കൊടുക്കേണ്ട. പക്ഷെ കാപ്പി കൃഷി പിടുത്തം വിടും ഇനി മഴ ചെയ്താൽ. ഇതുവരെ മഴ ചെയ്തിട്ട് തന്നെ കാപ്പിക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി വേഗം ഇപ്പം കോവൽ ഇങ്ങനെ പറിച്ചെടുക്കട്ടെ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇങ്ങനെ കൂടിപ്പോവും. ആ സൈഡിലൊക്കെ നോക്കും, ഞങ്ങളെ നിറച്ചുണ്ടല്ലേ ഈ പറഞ്ഞ. ഇന്ന് ഇങ്ങോട്ട് പറിച്ചിട്ട് വരാം. ഏതായാലും വന്നില്ലേ. പിന്നെ ഈ സ്റ്റൂൾ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവെക്കണം. താഴെ നോക്കണം. താഴെ നോക്കി ക്യാരറ്റും ബീട്രൂട്ടൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ക്യാരറ്റിന് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വരുമ്പോ അവിടെയാണല്ലോ ഉള്ളത്. ശരിക്കും ഇവിടെ വെക്കണ്ടേ അല്ലേ. എന്തായാലും കോവല് നമ്മള് പന്തലിട്ട് ഇത്ര ആയപ്പോഴത്തേനും കോവല് മുതലായിട്ട് എനിക്ക്. ഇനി എത്ര കോവല് അങ്ങനെ അങ്ങോട്ടൊക്കെ പടർന്ന് പോകാനൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയൊരു റിസ്ക് ഒക്കെ എടുത്താലും പച്ചക്കറി നമുക്ക് പെട്ടെന്ന് വരുമാനം തരും. സ്റ്റൂൾ വേണ്ട, ഇങ്ങനെ ഇവിടെ നിന്ന് എത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പന്തൽ താഴ്ന്നു വരുന്നുണ്ട്. ഇലന്റെ വെയിറ്റ് വരുന്നതനുസരിച്ച് ചില ഭാഗത്ത് നമുക്ക് സ്റ്റൂൾ വേണ്ട. ഇവിടെ ഇലമറവിലൊന്നും നമ്മൾ പറിക്കുമ്പോൾ കാണില്ല, പുറത്തുനിന്ന് അങ്ങനെ നോക്കിയാലേ കാണുള്ളൂ. ഇനി ഈ സൈഡും കൂടെ പറിക്കാം കേട്ടോ. ഏതായാലും കോവല് പറിച്ച് മേലെ കയറി നമ്മളെ വൈക്കോലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഷെഡിന്റെ മേലെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് വരികയാണ് കോവലിന്റെ വള്ളിയൊക്കെ. നോക്ക് കായ് നോക്ക്, വലിയ കായ്കളും ഉണ്ട്. നമുക്ക് തലയൊക്കെ എടുത്തിട്ടേ നമ്മളെ വലമ്മക്ക് തന്നെ ഇടാം. നിറച്ച് ഓല നോക്ക്. തെങ്ങ് ക്ലീൻ ചെയ്തിട്ട് മുകളിൽ നിന്ന് പാറി വരുന്നതാണ്. അടുത്ത് തന്നെ വലിയ തെങ്ങില്ല എന്നിങ്ങനെ വരുന്നത്. കുറച്ച് ദിവസം ഇതിന് മുകളിലൊന്ന് കയറണമെന്ന് വെച്ചാൽ എന്തായാലും തലപ്പ് അങ്ങോട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഈ ഷീറ്റിലേക്ക് വരും. ഷീറ്റിൽ വന്നാൽ കായ്ക്കൊക്കെ ചെയ്യും. പക്ഷെ കണ്ടോ ചില കായ്കളൊക്കെ വെയിൽ തട്ടിയിട്ട് ഒരു മഞ്ഞളിപ്പ് വന്നു പോവുക. ഈ കായ് കണ്ടോ പച്ചപ്പ് പോയിക്കണേ കണ്ടോ, ഇതുപോലെ ആവും ഒരു മഞ്ഞപ്പ് സംഭവം. ഇതാ ഇളയ കായാണ്, കണ്ട മൂപ്പുള്ള കായ് വന്നതാ. തലപ്പൊക്കെ ഇനി റിട്ടേൺ പോട്ടെ. ഒരു സൈഡ് അങ്ങോട്ടൊക്കെ അത്രയും കിടക്കുക പടക്കാൻ. എന്നിട്ട് കോവൽ ഇങ്ങോട്ട് കയറിയ വരുന്നത്. ഇഷ്ടംപോലെ കായ് കിട്ടിട്ടോ അതിന്റെ മേലെ കയറിയിട്ടും. നല്ല വലിപ്പമുള്ള കായ്കളാ. എല്ലാ തലപ്പും അങ്ങോട്ട് വലിച്ചേക്കട്ടെ. അങ്ങനെ നാല ഇവിടെ നോക്കൂ, ഞങ്ങളെ കാപ്പിമേൽ എത്തിക്കുന്നു. ആക്കാ ഇല്ല നമ്മള് നോക്കി ചോട്ടുന്നതാ പോന്ന് കണ്ടില്ലേ. അത്രയും വല അവിടെ ഉണ്ടായിട്ട് സംഭവം കാപ്പിമേലൊക്കെ പടർന്ന പോണ കായുണ്ട്. നേരെ റിട്ടേൺ അങ്ങോട്ട് തന്നെ അങ്ങനെ പോട്ടെ, തിരിച്ചു പോട്ടെ. ആവശ്യത്തിനുള്ള കോവലൊക്കെ ആയിട്ടുണ്ട്. വേനി ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇങ്ങനെ ചവിട്ടുമ്പോൾ ശരിക്ക് നമ്മൾ സ്ക്രൂ ചെയ്താ പൈപ്പ് നോക്കി ചവിട്ടണം. ഷീറ്റൊക്കെ ആണെങ്കിലും എല്ലാത്തിനൊരു വിശ്വസിച്ച് ഉറപ്പൊന്നുമില്ല.
ഇവിടെ നമുക്ക് കട്ട കുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് എങ്ങോട്ടാ പടക്കണ്ടെന്ന് അറിയിട്ട് ലോക്കായി പോയതാ. കായ് നോക്ക്, ഇതാ കോവല്. രണ്ടിലൊക്കെ കോവലായി. ഇനി അങ്ങനെ വരട്ടെ. തായറങ്ങട്ടെ കേട്ടോ. ഉമ്മ മുളക് പറിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ചീരയാണ് ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. ചീര കുറച്ച് പറിക്കാനും ഉണ്ട്, കട്ട് ചെയ്യാനും ഉണ്ട്. ചൈനീസ് ക്യാബേജ് ഉള്ളിടത്തൊക്കെ ചീര നമ്മൾ പറിച്ചെടുക്കാണ്. ഇനി അരിക്കേറ്റിയില്ലല്ലോ. ഓക്കെ. വെയിറ്റ് ഉണ്ടേ? കാണുന്നുണ്ട്. 2 കിലോക്കെ സാധനമായിട്ടുണ്ട്. നമ്മളെ കോവല് നല്ല വെയിറ്റ് എന്തായാലും. ഇതാ ഇതുകൊണ്ട് ശരിയാണ്. 2 ക്യാബേജിന്റെ ഇല. അത് നോക്ക്, 2 ക്യാബേജിന്റെ ഇല ഇതിനുള്ളിൽ എടുക്കാൻ മറന്നതാ. കോഴികൾക്കേ ഇതല്ലേ ചാടിയപ്പോ തട്ടി. അയ്യോ, വള്ളി ഒട്ടിക്കല. ഈ വള്ളീനെടുത്ത് മുകളിലോട്ട് ഇടും വേണം. സ്റ്റൂൾ വെക്കണം. മുളകോടുമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉമ്മ അയിബ് കരഞ്ഞിട്ട് പോയി മുളക് പറിച്ച് വെച്ചിട്ടുണ്ടതാ. കുറച്ചുകൂടെ മുളക് ഇവിടുന്ന് പറിക്കാണ്ട് പറഞ്ഞു. അത് നമുക്ക് അത് വേണമെങ്കിൽ വേഗം പഴുത്തല്ലേ. ഇതെല്ലാം ഇങ്ങനെ കൊണ്ട കൂട്ടും നമ്മള്. 2 ഐറ്റായി. കാബേജ് ഉണ്ടെങ്കിൽ ഇതൊന്നല്ല നമ്മളെ കാബേജ് വരാൻ പോകണുള്ളൂ അല്ലേ. ഈ തണുപ്പ് കുറച്ച് മുളക് പറിക്കേണ്ട, അത് എടുത്ത് നമ്മൾ അപ്പുറത്തെ പറിച്ച് ഇതിലും ഉണ്ട്. ഇത് പിന്നെ ഡെയിലി നമുക്ക് ഇങ്ങനെ വിളവെടുപ്പ് ഉണ്ട്. ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളെ കാബേജിന്റെ ഈ സീസണിൽ ആദ്യം വിളവെടുപ്പായതുകൊണ്ട് കേട്ടോ. പച്ചമുളക് കണ്ടോ ഇത് അതോടെ. ബിയമോള് നട്ട സൂര്യകാന്തി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ കരുത്തൊന്നുമില്ല. ഓള് നട്ട് ചെറിയൊരു ചട്ടി വിരിഞ്ഞ്. ഇങ്ങനെ നല്ല സൂര്യകാന്തി ശരിക്കും വരിക. ചിലപ്പോ നമ്മൾ ഈ സീസണില് ചെണ്ടുമല്ലി ചെയ്ത പോലെ കൃഷി ഓഫീസർ ആദ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് സൂര്യകാന്തി ചെയ്യണം, നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഇതാണ്. ഇത് ഇങ്ങനെ ആയിട്ടല്ല, ഇത് ഫ്ലവറായി വന്നാൽ നല്ല ഭംഗിയിൽ കാണാം. അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേനൽ വെക്കേഷൻ നമുക്ക് എന്തായാലും വെക്കേഷൻ അടുപ്പിച്ചാൽ ചെയ്യാം. അപ്പം അങ്ങനെ പ്ലാൻ ഉണ്ട്. ഒരു 50 സെന്റ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് എത്രത്തോളം സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് കണ്ട നല്ല അടിപൊളി മുളകാ. മുളകിന്റെ ഏകദേശം നമ്മളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യും, ഒന്നുകൂടെ സ്ലറിയൊക്കെ അടിച്ച് മരത്തിനൊന്ന് കരുത്ത് വരാണ്ട്. ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് ഈ സമയത്ത് പൊട്ടാഷ് കുറച്ച് ഇട്ട് അങ്ങനെ. അതിനിപ്പോൾ പൊട്ടാഷിന് നമ്മൾ ചെയ്യുന്നത് ചാരം ഇട്ട് കൊടുക്കലാണ്. വെണ്ണീരും കുറച്ച് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ കായ്ക്കും. അപ്പൊ ആദ്യം സ്ലറി ഒഴിച്ചെടുത്ത് ചെടിക്കൊന്ന് കരുത്ത് വരട്ടെ. എടാ ഇത് നമ്മളെ ബീൻസ്. ബീൻസ് പിന്നെ നമ്മള് സോളാർ ബീൻസിന്റെ വീഡിയോ ചെയ്ത് അത് വീട്ടിലിങ്ങനെ ഉപ്പേരിക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ട്. അതാ പറയുക, വിളവെടുപ്പ് എടുക്കാൻ നമ്മൾ ഡെയിലി പച്ചക്കറി പറിക്കുന്നതിന്റെ വീഡിയോ എടുക്കാണ്ട്. ഇന്ന് ഞാൻ എടുത്ത് ഇന്ന് പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡറും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ കാണിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് വിളവെടുപ്പ് കാണിച്ചു തരാം. പഴുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും നമ്മൾ ചുവന്ന മുളക് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഉണക്കാന്. അല്ല ഉണക്കാനല്ല, പൊടിക്കാനും. ഉണക്കിയ മുളക് വാങ്ങിച്ചിട്ടുണ്ട്. അതാ മുറ്റത്തിട്ടുണ്ട്. മിറാക്കിൾ ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പഴുത്തിട്ട് അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് പുളിയുള്ള ഒന്നും ഇപ്പൊ കഴിക്കാനില്ല. മിറാക്കിൾ പഴുത്തതാ കേട്ടോ. മിറാക്കിൾ പഴുത്തത് ഏതായാലും ഒന്ന് അടുത്ത് കാണിച്ചതാ. ഇത് നല്ല പഴുത്തത്. ഇങ്ങോട്ട് ചെടി കാണിച്ചു കൊടുക്ക്. ഇപ്പുറം ചെയ്തോ. മിറാക്കിൾ ആയാലും നെല്ലിക്ക തീരുമല്ലോ. പഴുത്ത പറിക്കാം. ഞാനേ നെല്ലിക്ക ഉണ്ടാകത്ത് എന്തെങ്കിലും കാണിച്ചാൽ കുറച്ചു നേരം കുഞ്ഞോട് കഴിച്ചോ. പച്ചമുളക് അങ്ങനെ പറിച്ചെടുക്കാം. നമുക്ക് ഇങ്ങോട്ടൊക്കെ പറിക്കാണ്ട് ഉള്ള ഓർഡറിലേക്കുള്ള അങ്ങനെ പറിച്ചു പോവാം. കൂടുതൽ പറിച്ചു വെച്ചെടുക്കാറില്ല. നമ്മള് സീസൺ തുടങ്ങിയപ്പോൾ ഡെയിലി ഒരു 500 രൂപ 300 രൂപേൻ്റെ ഒക്കെ പച്ചക്കറി, ആവറേജ് 300 അല്ലേ, നമുക്ക് ഡെയിലി കൊടുക്കാണ്ട്. ചീര വലിയ വെയിലില്ല. ഞാൻ വെച്ചാൽ നല്ല വെയിൽ വന്നാൽ ഇത് നമ്മൾ വാങ്ങിച്ച മുളകാട്ടോ, ഇവിടെ ഉള്ള മുളകല്ല. അപ്പൊ എന്തായാലും ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് പഴുത്ത മുളക് നമ്മൾ ഇതുപോലെ ഉണക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് പൊടിപ്പിച്ചാൽ മതി. അപ്പൊ ഇത് എരിവ് കുറച്ച് കുറവായിരിക്കും, മറ്റേത് കുറച്ച് എരിവുണ്ട്. അപ്പൊ രണ്ടും കൂടെ ടാലി ആയിക്കോളും. ഏലം കണ്ടില്ലേ, ഒരു കൊട്ട ഏലം പറിച്ചു കൊടുത്തിട്ട് ഏലം ഉണങ്ങിയപ്പോൾ നോക്കും ഞാൻ 1 അല്ല 3 കൊട്ട ഏലം നമ്മൾ ചരടക്കം പറിച്ചു കൊടുത്തിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ചീര മുറിച്ചെടുക്കലൊക്കെ അല്ലേ, ഇന്ന് പറിച്ചെടുക്കുകയാണ്.
ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ചൈനീസ് ക്യാബേജ് ഉണ്ട് കേട്ടോ. അതാണ് ഉമ്മാനെ കൊണ്ട് ചെയ്യിക്കാച്ച ഉമ്മ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് തന്നോളൂ. അപ്പം അതിൻ്റെ തണ്ട് നമ്മൾ കുറേ ഒഴിവാക്കും. ഭയങ്കര തണ്ടായിരിക്കും. അപ്പോൾ വാങ്ങുന്നവർക്ക് ഇല കുറവും തണ്ട് കൂടുതൽ. അപ്പോൾ ആവശ്യത്തിന് ലെവൽ വെച്ചിട്ട് നമ്മൾ തണ്ട് നമ്മൾ കട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ചീര ഇതാക്കലില്ല കേട്ടോ. അത് ചൈനീസ് ക്യാബേജിൻ്റെ ചോലായി നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇതാ കത്തി കൊടുക്കുന്നുണ്ട്. അപ്പം കയ്യിലേ എൻ്റെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പിടിച്ചോ, ഞാൻ കുറച്ച് തിന്നുന്നുണ്ട്. നെല്ലിക്ക ഉപ്പിൽ ഇട്ട് പോയിട്ടോ നമ്മൾ പറിച്ച. പക്ഷെ മിറാക്കിൾ ഇട്ട് എന്താ മധുരം എന്നറിയോ? മിറാക്കിളിൻ്റെ എഫക്റ്റ് പോകുന്നതിന് മുന്നേ തിന്നാ നെല്ലിക്ക എടുത്ത് വന്നാ അപ്പം മണ്ണാവും. നമ്മൾ ഇങ്ങനത്തെ പരിപാടി ഇല്ല ശരിക്കും ചീരയിൽ. അതാ ഇത്ര വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കും കേട്ടോ. തണ്ടും ഇതും കറക്റ്റായി. പക്ഷെ നമ്മൾ അടുത്തത് ഇനി കുറച്ച് അപ്പുറം ഭാഗത്തുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുകൊണ്ട് പറിച്ചിട്ട് ഇത് കുറച്ച് കുറച്ച് ഒഴിവാക്കി ആവുന്നാവുന്ന കേട്ടോ. വലുപ്പം അനുസരിച്ച് ചെറുതിങ്ങനെ ആയി കഴിഞ്ഞിട്ട് വേഗം തീർക്കണം. എന്നാലും നമ്മളെ ചൈനീസ് ക്യാബേജ് ചോലയിൽ നിന്ന് ഇങ്ങോട്ട് മാറുള്ളൂ. ക്യാബേജ് കത്തിയിട്ടാണ് എന്ത് പെട്ടെന്ന് കഴിയും. ഇത് എന്നിട്ട് കുഞ്ഞോളെ മധുരഴിച്ചിട്ട് അടുപ്പിച്ച് നെല്ലിക്കുന്ന പറ്റുമോ? മിറാക്കിൾ നല്ല ഉണ്ടാവുന്നുണ്ടല്ലേ. ശരിക്കും ഈ കത്തിയായിട്ടാണ് ക്യാബേജ് മുറിക്കുന്നത്. ഇതാ ഇത്ര സിമ്പിൾ കാര്യം. ക്യാബേജ് കിട്ടുന്ന അടുത്ത് കസ് ഇങ്ങനെ ചോലയിലായിട്ട് ജീവിച്ചിരുന്നാ. കസ് കാണില്ല, നിങ്ങളെ കാണിച്ചിട്ടില്ലേ? ഇടയ്ക്കൊക്കെ കസ്സാട്ടോ. അന്ന് മണ്ണ് കയറ്റാൻ പറ്റാത്ത കസ് ചൈനീസ് ക്യാബേജ്. ചിലർക്ക് കസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. പറ്റിയത് ഇതാണ്. ഈ ചീര മുളച്ചപ്പോ ചീര പറിക്കാതെ നമുക്ക് അതിന് മണ്ണ് കയറ്റിയോടെ ഒക്കെ ചീച്ചിൽ വന്നിട്ടോ. തയ്യുണ്ട് ഇങ്ങനെ ഇതായതുകൊണ്ടാ. ചോര കൂടിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ പറഞ്ഞത് അങ്ങോട്ടുള്ളതൊക്കെ നല്ല വലുപ്പമായി. ഇതാണ് പറഞ്ഞ് വെളിച്ചമുള്ളടത്ത് നല്ല സൂപ്പറായിട്ടുണ്ടാവും. നെല്ലിക്ക തിന്നു കഴിഞ്ഞു. നെല്ലിക്ക തിന്നാ എന്താ പ്രശ്നം? ചങ്ക് കെട്ടും. അപ്പൊ നമ്മളെ ഇവിടെ കേബേജിന് കോളിഫ്ലവറിന്റെ ഇടക്ക് നിർത്തിയ ചീരകൾ കണ്ടില്ലേ? ഒക്കെ സ്ലറി അങ്ങോട്ട് കയറിയപ്പോൾ ചീരയൊക്കെ പൊന്തി. നമ്മൾ അരിക്ക് വെക്കുന്ന സമയത്തൊക്കെ ചീരയൊക്കെ ചെറുതേനു. പക്ഷെ എല്ലാത്തിനും നല്ല പുഴുക്കേട് വരുന്നുണ്ട് അല്ലേ? ഹോള് വരുന്നുണ്ട്. അപ്പൊ വേഗം നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്താട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ പറിച്ചെടുത്താൽ ശരിയല്ല. അത്യാവശ്യം നല്ല പച്ചച്ചീരൊക്കെയാണ്. പച്ചയുണ്ട്. ഇതാ ചോപ്പ് നോക്ക്, നല്ല കരുത്തിലുള്ള ചോപ്പുണ്ട്. ഇവിടെ പറയല കൂടുതൽ മുളച്ചു വന്നത് ചോപ്പാണ്. വിത്ത് നമുക്ക് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പറിക്കുന്നൊക്കെ വിത്തായിട്ട് കൊടുക്കാമല്ലോ. എല്ലാം പറിക്കട്ടെ. ചോപ്പ് ഇങ്ങനെ ചോപ്പ് ഫാൻസ് ഉണ്ട് കുറച്ച്. ചിലർക്ക് ചോപ്പേ വേണമെന്നല്ല. അവർക്ക് നമുക്ക് ഇത് മാറ്റി വെച്ചെടുക്കാം. ഇന്നത്തെ ലിസ്റ്റിൽ പോലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പച്ചക്കറി വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് നമ്മൾ അത്യാവശ്യം ആയത് മാത്രം ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. അത് പറിച്ചെടുക്കായതുകൊണ്ട് ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുക ക്യാബേജ് തോട്ടം. അതാ ക്യാബേജ്. ഇപ്പം നമ്മൾ അരിക്കും കൂടെ വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ വളർച്ച പെട്ടെന്ന് അതിനും കൂടെ കൂടിയുണ്ട്. ഇവിടുന്നാണ് നമ്മൾ വിളവെടുപ്പ് കറക്റ്റ് ക്യാബേജിന്റെ കാണിക്കുന്നത്. റെഡ് ചീര പറഞ്ഞ ഇടയ്ക്ക് ചോപ്പ് എവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഈ ഫസ്റ്റ് കാണുന്നത് കോളിഫ്ലവർ ആട്ടോ. കോളിഫ്ലവർ ഒക്കെ ഇപ്പൊ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ ഫ്ലവർ ഒക്കെ ആയി തുടങ്ങും. അപ്പോഴാണ് കളയൊക്കെ പോയപ്പോ കണ്ടില്ല തോട്ടം കാണാൻ എന്ത് ഭംഗിയാ. അത് നല്ല ചോപ്പിൽ നല്ല കരുത്തുള്ള ചീര. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. മറ്റേത് മാത്രമായിട്ട് വരുമ്പോൾ ഇതിലാകുമ്പോൾ തണ്ട് റെഡി ആയിക്കോളും. ഇതിൽ തണ്ട് കുറവും മറ്റേ തണ്ട് കൂടുതലല്ലേ. ആദ്യം പറിച്ചു വെച്ചേല് ചീര പറിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിച്ച കുഞ്ഞുങ്ങളെ ചീന്തണ്ട. ഞാൻ പറഞ്ഞ ഒരാളാ. കുഞ്ഞുങ്ങളൊന്ന് പൊട്ടിച്ച് കാണിച്ചാണ്. നമ്മൾ അരിക്ക് വെക്കുന്ന സമയത്ത് എത്ര ചെറുതേനില്ലേ ചീര. ക്യാബേജിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ക്യാബേജിനൊക്കെ ഇതിനൊക്കെ അന്നൊക്കെ ചെറിയ ചീര ഇപ്പം എന്ത് പെട്ടെന്ന് വേഗം ചീര ആവട്ടത്. പക്ഷെ നല്ല ഇല ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചോലായിട്ട് നിൽക്കുന്ന വേഗം വേഗം ഒഴിവാക്കി കൊടുത്താൽ അടുത്തത് ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ കോളിഫ്ലവർ പൊന്തി കൊടുക്കുക. ഇതിലുള്ള ഇടക്കുള്ളൊക്കെ മുറിച്ച് കൊടുക്കുക. ഇതുകൊണ്ട് തണ്ട് തീരല്ല, ഇല കൂടുതൽ. സൂപ്പർ പച്ച ചീര. അപ്പോൾ ആവശ്യത്തിനുള്ള ചീര മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ചീരയൊക്കെ ശരിക്കും ഞങ്ങളെ ബോണസാട്ടോ. നമ്മൾ നട്ടിട്ടുണ്ടാകുന്നല്ല, നല്ല പടുമുളയായിട്ട് ഉണ്ടാകുന്നതാണ് നമുക്ക് ചീര. ശരിക്കും വരുമാനം കൂടുതൽ നമുക്ക് ചീര തന്നെയാണ്. മറ്റേതൊക്കെ നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നുണ്ട്. ക്യാബേജിലായാലും കോളിഫ്ലവർ മറ്റേത് കൃഷിയിലായാലും പച്ചക്കറിയിൽ നമ്മൾ അത്ര റിസ്ക് എടുക്കുന്നത്. നമുക്ക് റിസ്ക് ഇല്ലാതെ വെറും ബയോഗ്യാസിന്റെ സ്ലറി മാത്രം ഇടയ്ക്ക് പമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ചീര ഇവിടെ ഉണ്ടായാലും കുറഞ്ഞിട്ടോ.
എന്തായാലും ഇതിനൊക്കെ വിത്ത് വീണിട്ട് ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കി കിട്ടിക്കോളും. അങ്ങോട്ടും തീരെ ചീര ഇല്ല. അവിടെ കണ്ട കേബേജ് മാത്രം. അവിടെ ഇടയ്ക്ക് ഓരോ പച്ച ചീരയും ചുവപ്പും കാണുന്നുണ്ട്. ബാക്കി ചീരയില്ല. മുള്ളൻ ചീര ആയതുകൊണ്ടൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞാണ്. നമുക്ക് എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കണം. അങ്ങോട്ട് പോവാം. നോക്കി നടക്കണം കുഞ്ഞോളെ. 2 കോളിഫ്ലവറിന്റെ ഇലൻ്റെ ഇരുന്ന് പൊട്ടിപ്പോയി. ഭയങ്കര റിസ്ക്. അതിൽ അടിയിലും നോക്കണം, കറക്റ്റ് ശ്രദ്ധിച്ച് വരണം. നോക്ക് ചീര. അപ്പോൾ 2 ചീരി കണ്ടില്ലേ വ്യത്യാസം. ഇതിന് തണ്ട് കൂടുതലാണ് നമ്മൾ പറിച്ചെടുത്തതിന്. ഇതിൽ തണ്ട് കുറവാട്ടോ. അത്യാവശ്യം ഇല മാത്രം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കെട്ടാക്കി വെക്കണം. പിന്നെ ഇതൊക്കെ കെട്ടാക്കാണ്ട് ഓരോരുത്തർക്ക് 1/2 കിലോനും 1 കിലോനും ഈ റേഞ്ചിലേ ഉള്ളൂ. അതിൽ താഴേക്കില്ല. പച്ചമുളകും ഒക്കെ അടിപൊളി പച്ചമുളക്. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മുളകും കോവലൊക്കെ വേഗം തൂങ്ങും. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കൊടുക്കുന്നത് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് പച്ചക്കറി വാങ്ങിക്കുന്ന ആളുകളൊക്കെ നമ്മൾ അതിലായിട്ട് ആഡ് ചെയ്തിട്ട് എന്താണ് നമുക്ക് വിളവെടുക്കാനുള്ളത് അത് നമ്മൾ ഗ്രൂപ്പിലിടും. അപ്പോൾ ഇത്ര വേണ്ടതെന്നൊക്കെ അവർ തിരിച്ചിങ്ങോട്ട് ഇടും. അങ്ങനെയാണ് ഇപ്പം നമ്മളെ കച്ചവടം. അത് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് നടക്കുള്ളൂ. പിന്നെ കുറച്ചൊക്കെ അടുത്താണെങ്കിൽ നമ്മൾ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ലേ കച്ചവടത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. എത്ര നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മുടെ സാധനത്തിന് ഡിമാൻഡും കൂടുതലാണ്, ആവശ്യക്കാരും കൂടുതലാണ്.